നമസ്കാരം. ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടോ? അങ്ങ് പാകിസ്ഥാനിൽ നിന്നാണ് നമ്മുടെ ലഷ്കർ ഇ തയ്യബ ഭീകരവാദി അവരുടെ കമാൻഡർ റിസ്വാൻ ഹനീഫാണ് കിടന്ന് കരയുന്നത്. ഒന്ന് കേട്ടിട്ട് വരാം. हिंदुस्तान की खुफिया एजेंसीज ने उसको यहाँ आजाद कश्मीर के अंदर भी अमन और चैन से नहीं रहने दिया. अपने जर खरीद एजेंटों के जरिए से उसको यहाँ पर शहीद किया गया. ये पहला वाकया नहीं है. गुज़श्ता 3-4 सालों के अंदर 30 से ज्यादा वाकयात हो चुके हैं कि हमारे भाइयों को शहीद किया गया. किसी को पेशावर में, किसी को कराची में, किसी को पिंडी में, किसी को रावलाकोट में, किसी को मुजफ्फराबाद में. जुर्म क्या है? जुर्म सिर्फ ये है कि हम ला इलाहा इल्लल्लाह के मानने वाले हैं. हम हनुमान, घनश्याम, हरि राम, हम गाय की बछड़ों की पूजा करने वाले नहीं हैं. ये जालिम हिंदू ये चाहता है जमीन के ऊपर गाय की पूजा हो. यहूदी ये चाहता है बछड़े की पूजा. എന്താ ഒരു രസമല്ലേ അവരുടെ ആ കരച്ചിൽ ഒന്ന് കേൾക്കാൻ. അവരുടെ ഒരു കരച്ചിൽ ഒരു സംഗീതത്തെക്കാൾ വലിയ ആനന്ദകരമായി തോന്നുന്നു. കാരണം കുറച്ചധികം എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യക്കകത്തേക്ക് ഇന്ത്യയുടെ ബോർഡർ താണ്ടിക്കടന്ന് ഈ ഭീകരവാദ പ്രവർത്തനം നടത്തിയപ്പോൾ വലിയ അഭിമാനമായിരുന്നല്ലോ. ഈ അടുത്ത സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായല്ലോ. ഹഫീസ് സയ്യിദും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിൽ നിഷ്കരുണമാണ് കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞു വേറൊരു ഭീകരവാദി കിടന്ന് കരയുന്നത് കേട്ടു. ഇങ്ങനെ ഇനി ഭീകരവാദികൾ കരയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഇയാൾ പറഞ്ഞതുപോലെ, ഈ റിസ്വാൻ ഹനീഫ് പറഞ്ഞതുപോലെ, ഈ ഭീകരവാദികളെ ഇന്ത്യയാണ് കൊന്നതിന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ല. പറയുന്നു ഇനി ഇന്ത്യയാണ് ഇങ്ങനെ കൊന്നുകളഞ്ഞു. ഇന്ത്യയാണ് കൊന്നുകളഞ്ഞു എങ്കിൽ വലിയ അഭിമാനമാണ് ഉള്ളത്. ഈ അടുത്ത സമയത്ത് പെപ്പെ എസ്കോബാർ എന്ന ബ്രസീലിയൻ ജേർണലിസ്റ്റ് പറഞ്ഞത് മൊസാദാണ് ഇതിൻ്റെ പിന്നിലെന്ന്. ആരും ആയിക്കോട്ടെ, ആരായാലും തന്നെ വളരെ നല്ല കാര്യമാണ് സംഭവിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും. ഇനിയും അജ്ഞാതരാൽ നിങ്ങളുടെ ഭീകരവാദികൾ കൊല ചെയ്യപ്പെടും. സൈഫുള്ള ഖാലിദിനെ പോലെയോ ഷെയ്ഖ് യൂസഫ് അഫ്രീദിയെ പോലെയോ ഒക്കെ നിരവധിയായിട്ടുള്ള ഭീകരവാദികൾ ഇനിയും കൊല്ലപ്പെടും. അതുകൊണ്ട് അത് തടയാനൊന്നും പാകിസ്ഥാൻ എന്നല്ല, പാകിസ്ഥാനിലെ ഭീകരവാദിക്കെന്നല്ല, പാകിസ്ഥാൻ ഭരണകൂടത്തിനും സാധിക്കില്ല. കാരണം പാകിസ്ഥാൻ ഭരണകൂടമാണല്ലോ നിങ്ങളെ ഈ ടെൻഡർ എടുത്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്. സാധാരണ ജനങ്ങളെ നോക്കുവാൻ വേണ്ടിയിട്ട് കാശില്ല, അവിടെ വലിയ ഇൻഫ്ലേഷനിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ ഇരുന്നപ്പോൾ പോലും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തും, ഇന്ത്യക്കെതിരെ ഭീകരവാദികളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്നൊക്കെ പറയുകയും അത് പ്രവർത്തിക്കുവാൻ തയ്യാറായതുമാണ് പാകിസ്ഥാൻ്റെ ഭരണകൂടം. ഇന്ന് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നവർക്ക് അറിയാം കൃത്യമായിട്ട് ഇന്ത്യയോട് കളിച്ചാൽ തിരിച്ച് നല്ല ഒന്നാം തരം പണി തന്നെ കിട്ടുമെന്ന്. ഇന്ത്യക്കിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് കൊണ്ട് ഒരു നഷ്ടവും ഇല്ല. കാരണം ഈ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ വാങ്ങാൻ വേണ്ടിയിട്ട് രാജ്യങ്ങളുടെ ഒരു തിരക്കാണ്. അത് ഉപയോഗിച്ച് പരീക്ഷിക്കാനൊരു അവസരമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ നൽകിയത് എന്ന് മാത്രമേ ഉള്ളൂ. കിരാനക്കുന്നിൽ നിങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്ന ആണവായുധങ്ങളും അണ്വായുധ ശേഖരവും ഒക്കെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഭാരതത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഭാരതത്തിനുള്ള ഒരു നേട്ടം. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചത് കൊണ്ടാണ് അന്ന് ഓപ്പറേഷൻ സിന്ദൂർ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചത്. ഇനി അങ്ങനെ അവസാനിപ്പിക്കുവാൻ പോകുന്നില്ല. ഇനി ഭാരതം യുദ്ധവുമായിട്ട് പാകിസ്ഥാനിലേക്ക് എത്തിയ ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ കാണില്ല. ഇപ്പോൾ തന്നെ POKയിൽ അതിശക്തമായ സമരം നടക്കുകയും POK ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പൂർണ്ണമായും പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ, ഇനി സിന്ധും സിന്ധും പോകും. പഞ്ചാബ് മാത്രമുള്ള ഒരു പ്രദേശമായിട്ട് പാകിസ്ഥാൻ മാറും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏകദേശം അത് ഒരു തീരുമാനമായിട്ടുണ്ട്. അമേരിക്ക പോലും നിങ്ങളോടൊപ്പം നിൽക്കില്ല, ഭാരതമാണ് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. ഇസ്രായേൽ ഈ അടുത്ത സമയത്തും പറഞ്ഞു ഭാരതം ഒരു യുദ്ധത്തിൽ ഉണ്ട് എങ്കിൽ ഇസ്രായേലും ഒപ്പം ഉണ്ടാകുമെന്ന്. അങ്ങനെ കരുത്തരായിട്ടുള്ള വിവിധ രാജ്യങ്ങൾ ഭാരതത്തിനൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പല രാജ്യങ്ങളെ പോലെയുള്ള ഇപ്പോൾ പാകിസ്ഥാൻ ചില നീക്കുപോക്കുകളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് കേട്ടത്. സൗദി അറേബ്യയുമായിട്ടും അതോടൊപ്പം തന്നെ ഖത്തറുമായിട്ടും. ഖത്തർ ഏറ്റവും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഭീകരവാദികളെ ഇത്രയധികം കൈവച്ച് സഹായിക്കുന്ന മറ്റൊരു രാജ്യമില്ല. അതിനുള്ള തെളിവുകളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇവർ അമേരിക്കയിലൊക്കെ കൊണ്ടുപോയി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ട് തിരികെ കൊണ്ടുവന്ന് വീണ്ടും ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇസ്രായേലിനൊക്കെ എതിരെ നടത്തുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ രീതിയിൽ ഈ ഖത്തർ പോലുള്ള രാജ്യങ്ങളൊക്കെയാണല്ലോ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ആ രാജ്യങ്ങൾ പോലും പാകിസ്ഥാനൊപ്പം നിൽക്കില്ല. ഭീകരവാദികളുടെ ഫണ്ടിങ് ആണ് പ്രധാനമായിട്ടും ഇല്ലാതാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. പട്ടിണി കടന്ന് ഓരോ ഭീകരവാദിയും പരസ്പരം തിന്നു ജീവിക്കുന്ന നരഭോജികളായിട്ട് മാറുന്ന കാലം വലിയ വിദൂരമല്ല. നിങ്ങളുടെ മതഭീകരവാദവുമായിട്ട് ഇനിയും ഇന്ത്യ താണ്ടിക്കിടക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ സംരക്ഷിക്കുവാൻ ആർക്കും കഴിയില്ല. പാകിസ്ഥാനിലെ ഭരണകൂടത്തിന് ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം മൊത്തത്തിൽ പട്ടിണിയിലാണ്. അവിടെ യാതൊന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ഇൻഫ്ലേഷൻ, ജനങ്ങൾക്ക് ജീവിക്കുവാൻ നിവർത്തിയില്ല. പരസ്പരം പോരടിക്കുന്ന സമൂഹമായി പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ട നിങ്ങളും നിങ്ങളുടെ ഭീകരവാദികളും ഇല്ലാതാകുക തന്നെ ചെയ്യും.
അജ്ഞാതരായിരിക്കില്ല ഇനി വന്ന് ഇടപെടുന്നത്. നേരിട്ട് തന്നെ നിങ്ങളുടെ ഓരോ ഭീകരവാദ ക്യാമ്പുകളും ഭാരതം നോക്കി വെച്ചിട്ടുണ്ട്. സർജിക്കൽ സ്ട്രൈക്കുകൾ നടക്കും. തീർച്ചയായിട്ടും നിങ്ങളെ ഉന്മൂലനം ചെയ്യുക തന്നെ ചെയ്യും.